Welcome to our new session, adrenal cortical hormones. അഡ്രിനൽ കോർട്ടിക്കൽ ഹോർമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എൻഡോക്രിനോളജിയിൽ ഒരു എസ്സേ തന്നെ വരുന്ന പോർഷനാണ്. അത് എസ്സേ ആയിട്ടും വരും, ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കും. കാരണം ഓരോന്നായിട്ട് ചോദിക്കാം. ചിലപ്പോൾ കോർട്ടിക്കോയിഡ്സിൻ്റെ മാത്രം ആക്ഷൻ ചോദിക്കാം, ചിലപ്പോൾ അൾഡോസ്റ്റിറോണിൻ്റെ ആക്ഷൻ ചോദിക്കാം. അങ്ങനെ ഡിവൈഡഡ് ആയിട്ട് ഷോർട്ട് ക്വസ്റ്റ്യൻസും ചോദിക്കാം, ലോങ് ക്വസ്റ്റ്യൻസും ചോദിക്കാം. അതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട പോർഷനാണ്. അപ്പോൾ നമ്മൾ അഡ്രിനൽ ഹോർമോൺസ് സിക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡാണ് അഡ്രിനൽ ഗ്ലാൻഡ്. ഈ അഡ്രിനൽ ഗ്ലാൻഡിന് വേറൊരു പേരുണ്ട്, അതാണ് സുപ്രാറീനൽ ഗ്ലാൻഡ്സ്. കാരണം അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് അഡ്രിനൽ ഗ്ലാൻഡ്സ് ആണ് നമുക്കുള്ളത്, രണ്ട് കിഡ്നിയുടെയും ടോപ്പിലായിട്ട്. അതുകൊണ്ടാണ് ആ ഗ്ലാൻഡിന് നമ്മൾ സുപ്രാറീനൽ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ദെൻ ഈ അഡ്രിനൽ ഗ്ലാൻഡ് തന്നെ നമ്മൾ അതിൻ്റെ സ്ട്രക്ചറലി നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് രണ്ടായിട്ടാണ്, അഡ്രിനൽ കോർട്ടക്സും അഡ്രിനൽ മെഡുല്ലി. നമ്മൾ കിഡ്നിയുടെ കോർട്ടക്സും കിഡ്നിയുടെ മെഡുല്ല എന്നൊക്കെ പറയുന്ന പോലെ അഡ്രിനൽ കോർട്ടക്സ് ആൻഡ് അഡ്രിനൽ മെഡുല്ല. അപ്പോൾ ഈ രണ്ട് പോർഷൻസിലുള്ള ഹോർമോൺസ് രണ്ട് ടൈപ്പായിട്ടാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത് അൾഡോസ്റ്റിറോണിൻ്റെ പോർഷനാണ്, അതായത് മിനറലോ കോർട്ടിക്കോയിഡ്സ് എന്ന് പറയും. സോ ടു അഡ്രിനൽ ഗ്ലാൻഡ്സ് ഈച്ച് ഓഫ് വിച്ച് weighs about 4 grams lie at the superior poles of two kidneys, and each gland is composed of two major parts, that is adrenal medulla and adrenal cortex. outer portion നമ്മൾ cortex എന്നും inner portion ആണ് നമ്മൾ medulla എന്ന് പറയുന്നത്. ദെൻ ദിസ് അഡ്രിനൽ കോർട്ടക്സ് ആണ് നമ്മൾ ഇപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ അഡ്രിനൽ കോർട്ടക്സ് എന്ന് പറയുന്നത്, ആ കോർട്ടക് പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതെന്താണ്? സോണ ഗ്ലോമറുലോസ, സോണ ഫെസിക്കുലേറ്റ ആൻഡ് സോണ റെട്ടിക്കുലാരിസ്. ഈ മൂന്ന് ലെയേഴ്സിൻ്റെ ഇന്നറായിട്ടാണ് എന്തുള്ളത്? അഡ്രിനൽ മെഡുല്ല. അപ്പോൾ നമുക്ക് 4 ലെയേഴ്സ് കാണാം. അപ്പോൾ 4 ലെയേഴ്സ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഇതാണ് മെഡുല്ല, ഇതാണ് അഡ്രിനൽ മെഡുല്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് സോണ റെട്ടിക്കുലാരിസ്, പിന്നെ സോണ ഫെസിക്കുലേറ്റ, ഇതാണ് സോണ ഗ്ലോമറുലോസ. അപ്പോൾ അത് ഫ്രം ഔട്ടർ ടു ഇന്നർ ആയിട്ടുള്ള പാറ്റേൺ ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓർത്ത് വെക്കാൻ വേണമെങ്കിൽ GFR എന്ന് ഓർത്താൽ മതി. നമുക്ക് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? GFR, അതായത് സോണ ഗ്ലോമറുലോസ, G, ദെൻ F സോണ ഫെസിക്കുലേറ്റ, ദെൻ R എന്താണ്? സോണ റെട്ടിക്കുലാരിസ്. അപ്പോൾ 3 ലെയേഴ്സ് ഓർക്കുക, ഫ്രം ഔട്ട്സൈഡ് ടു ഇന്നർ, ആ ചില പുറത്തുനിന്ന് അകത്തേക്കുള്ള ലെയേഴ്സാണ് പറയുന്നത്. അപ്പോൾ GFR, ഇപ്പോൾ സോണ ഗ്ലോമറുലോസ, സോണ ഫെസിക്കുലേറ്റ, സോണ റെട്ടിക്കുലാരിസ്. ഇതിൻ്റെ എല്ലാം ഇന്നർമോസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ അതിന് വേറൊരു പോർഷൻ തന്നെയാണ്, കാരണം അതിന് വേറെ ഫംഗ്ഷനാണ്. അപ്പോൾ ആ പോർഷൻ നമ്മൾ മെഡുലറി പോർഷൻ എന്ന് പറയും. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറയും. സോണ ഗ്ലോമറുലോസ, സോണ ഫെസിക്കുലേറ്റ ആൻഡ് സോണ റെട്ടിക്കുലാരിസ്. ഇനി ഈ ഓരോ പോർഷനകത്തും ഉണ്ടാകുന്ന ഹോർമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ ജനറലി പറയുന്ന ടേമാണ് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ്. കാരണം എല്ലാ ഈ അഡ്രിനൽ ഹോർമോൺസ്, ഈ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് എല്ലാം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ദിയർ സ്റ്റിറോയിഡ് ഹോർമോൺസ്. മറ്റേ പെപ്റ്റൈഡ് ഹോർമോൺസ്, സ്റ്റിറോയിഡ് ഹോർമോൺസ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞത്. അതേപോലെ ഇതെല്ലാം തന്നെ സ്റ്റിറോയിഡ് ഹോർമോണാണ്. ഇതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൊളസ്ട്രോൾ. അപ്പോൾ കൊളസ്ട്രോൾ ഡിറൈവ്ഡ് ആയിട്ടുള്ള ഹോർമോൺസാണ് ഈ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് എല്ലാം തന്നെ. So the adrenal cortex secrete an entirely different group of hormone called corticosteroids. എല്ലാം തന്നെ സ്റ്റിറോയിഡൽ ഹോർമോൺസ് ആണ്. അപ്പോൾ കോർട്ടക്സ് നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന എല്ലാത്തിനും നമ്മൾ എന്ത് പറയും? കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്. Then these hormones are all synthesized from the steroid cholesterol and they all have similar chemical formulas. Chemical formula similar ആണെങ്കിലും functionally വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹോർമോൺസ് ആയിരിക്കും. However, the slight difference in their molecular structure give them several different but very important functions. ഇനി കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ടക്സ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ആർ അഗൈൻ ഡിവൈഡഡ് ഇൻ ടു മിനറലോ കോർട്ടിക്കോയിഡ്സ്, ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് ആൻഡ് സെക്സ് ആൻഡ്രജൻസ്. അപ്പം എത്ര ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് ഉണ്ട്, മിനറലോ കോർട്ടിക്കോയിഡ്സ് ആൻഡ് ആൻഡ്രജൻസ്. അപ്പോൾ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നത് കോർട്ടക്സ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. കോർട്ടിക്കോസ്റ്റിറോയിഡ്സും തന്നെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ്? മിനറലോ കോർട്ടിക്കോയിഡ്സ്, ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് ആൻഡ് ആൻഡ്രജൻസ്. ദെൻ ഈ മിനറലോ കോർട്ടിക്കോയിഡ്സിൽ മെയിൻ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾഡോസ്റ്റിറോണാണ്. അൾഡോസ്റ്റിറോൺ ഫംഗ്ഷൻ നമ്മൾ കിഡ്നി എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, BP എടുക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ റിലേറ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. അതായത് CVS പഠിക്കുക, കിഡ്നി പഠിക്കുക, അത് കഴിഞ്ഞിട്ട് എൻഡോക്രിനോളജി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം കൂടെ സമ്മപ്പ് ചെയ്ത് നിങ്ങളെ മെമ്മറൈസ് ചെയ്യാനും കൂടി എളുപ്പമായിരിക്കും. Aldosterone, which is the principal mineralocorticoid, and cortisol, which is the principal glucocorticoid. അപ്പോൾ പ്രിൻസിപ്പൽ ആയിട്ടുള്ള മിനറലോകോർട്ടിക്കോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൾഡോസ്റ്റിറോണും ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ടിസോളുമാണ്.
പിന്നെ കോർട്ടിക്കോസ്റ്റിറോൺ എന്ന് പറയുന്നത് വേറെ അനദർ ടൈപ്പ് ഓഫ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡാണ്. അപ്പോൾ പിന്നെ ഈ കോർട്ടിസോണിന് മിനറലോ കോർട്ടിക്കോയിഡായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ചീഫായിട്ടുള്ള മിനറലോ കോർട്ടിക്കോയിഡ് എന്ന് പറയുന്നത് ആൾഡോസ്റ്റിറോൺ ആണ്. The mineralocorticoids have gained this name because they especially affect the electrolytes, അതായത് മിനറൽസ്, എസ്പെഷ്യലി സോഡിയം ആൻഡ് പൊട്ടാസ്യം. ഈ മിനറൽസിൻ്റെ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് അതിൻ്റെ പേര് മിനറലോകോർട്ടിക്കോയിഡ്സ്. അതേപോലെ ഗ്ലൂക്കോസിൻ്റെ മെറ്റബോളിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് മറ്റേ കോർട്ടിസോളിനൊക്കെ എന്ത് വിളിക്കുന്നത്, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. The glucocorticoids have gained their name because they exhibit important effect that increases the blood glucose concentration. The synthesis and secretion of adrenocortical hormones. അപ്പോൾ ഓരോ പോർഷനും ഓരോന്നാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ GFR ആണ് പഠിച്ചത്. അപ്പോൾ G എന്തായിരുന്നു? സോണ ഗ്ലോമെറുലോസ, സോണ ഫെസിക്കുലേറ്റ ആൻഡ് സോണ റെറ്റിക്കുലാരിസ്. അപ്പോൾ സോണ ഗ്ലോമെറുലോസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി 15% മാത്രമേ ആവുന്നുള്ളൂ. അതാണ് ഔട്ടർ ആയിട്ടുള്ള കവറിങ്. അവിടെ നിന്നാണ് നമുക്ക് മിനറലോകോർട്ടിക്കോയിഡ് ആയിട്ടുള്ള ആൾഡോസ്റ്റിറോൺ ഉണ്ടാകുന്നത്. ബിക്കോസ് അവിടെ ആൾഡോസ്റ്റിറോൺ ഉണ്ടാകാൻ കാരണം എന്താണ്? They contain the enzyme aldosterone synthase. So the zona glomerulosa, a thin layer of cells that lies underneath the capsule, constitute about 15% of adrenal cortex. Adrenal cortexന്റെ 15% മാത്രമേ സോണ ഗ്ലോമെറുലോസ വരുന്നുള്ളൂ. സോണ ഫെസിക്കുലേറ്റ ആണ് എന്ത് വരുന്നത്, മേജർ പോർഷൻ. ദാറ്റ്സ് ഓൾമോസ്റ്റ് 75% വരുന്നുണ്ട്. ഇനി അതിലും കുറവ് ഓൺലി ഒരു 5% എങ്ങാണ്ടേ നമുക്ക് സോണ റെറ്റിക്കുലാരിസ് വരുന്നുള്ളൂ. മേജർ പോർഷൻ എന്താണ്? സോണ ഗ്ലോമെറുലോസയാണ്. അപ്പം സോണ ഗ്ലോമെറുലോസ പറഞ്ഞു. Then these cells are capable of secreting significant amount of aldosterone because they contain the enzyme aldosterone synthase. The secretion of these cells is controlled mainly by the extracellular fluid concentration of angiotensin 2 and potassium, and both of which stimulates the aldosterone secretion. നമ്മൾ ഹോർമോണിൻ്റെ ഫസ്റ്റ് പറഞ്ഞായിരുന്നു അഡ്രിനൽ ഹോർമോൺസിനെ അഡ്രിനൽ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺസ് അല്ലേ. ഇപ്പോൾ അഡ്രിനോകോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ACTHൻ്റെ കൺട്രോളിലാണ്. പക്ഷേ അൾഡോസ്റ്റിറോണിനെ സംബന്ധിച്ച് ഇതിന് ACTHൻ്റെ ആക്ഷൻ വളരെ കുറവാണ്. അൾഡോസ്റ്റിറോണിൻ്റെ സെക്രീഷൻ എന്ന് പറയുന്നത് അത് കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? ഇറ്റ്സ് സെക്രീഷൻ ഈസ് കൺട്രോൾഡ് മെയിൻലി ബൈ ദ അതിന് മിനറലോകോർട്ടിക്കോയിഡ് ആണ്. സോ ഇറ്റ്സ് സെക്രീഷൻ ഈസ് കൺട്രോൾഡ് മെയിൻലി ബൈ ദ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് കോൺസെൻട്രേഷൻ ഓഫ് ആൻജിയോടെൻസിൻ 2. ആൻജിയോടെൻസിൻ്റെ ഫംഗ്ഷൻ അറിയില്ല, റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം, വാസോ കൺസ്ട്രിക്ഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വാസോ കൺസ്ട്രിക്ടറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെനിൻ ആൻജിയോടെൻസിൻ്റെ കോൺസെൻട്രേഷനും പൊട്ടാസ്യത്തിൻ്റെ കോൺസെൻട്രേഷനാണ്. ആൻഡ് ബോത്ത് ഓഫ് വിച്ച് സ്റ്റിമുലേറ്റ്സ് ദ ആൾഡോസ്റ്റിറോൺ സെക്രീഷൻ. അതിനായിട്ട് ACTHൻ്റെ ആക്ഷൻ അല്ല ഇവിടെ വരുന്നത്. ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് അതിൻ്റെ മെറ്റബോളിക് മിനറൽസ് ആണ്. അപ്പോൾ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ലെവൽസ് ഓഫ് ആൻജിയോടെൻസിൻ 2 ആൻഡ് പൊട്ടാസ്യം. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സോഡിയം റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ ഓഫ് പൊട്ടാസ്യം ആണ്. Then the second zone എന്താണ്? സോണ ഫെസിക്കുലേറ്റ. അതാണ് ഏറ്റവും ലാർജ് പോർഷൻ കവർ ചെയ്യുന്നത്. The middle and the widest zone constitute about 75% of the adrenal cortex and secrete the glucocorticoid. Glucocorticoids രണ്ടെണ്ണുണ്ട്, cortisol and corticosterone, as well as small amount of adrenal androgens and estrogens. അപ്പോൾ എന്തൊക്കെ സോണ ഫെസിക്കുലേറ്റിൽ നിന്ന് വരുന്നുണ്ട്? 75%. മേജർ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ പോർഷനാണ്. മിഡിൽ ആൻഡ് മേജർ പോർഷൻ എന്ന് പറയുന്നത് സോണ ഫെസിക്കുലേറ്റയാണ്. ഓൾമോസ്റ്റ് 75% ആണ്. ഇത് സെക്രീറ്റ് ചെയ്യുന്നത് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, കോർട്ടിസോൾ ആൻഡ് കോർട്ടിക്കോസ്റ്റിറോൺ, പിന്നെ കുറച്ച് സ്മോൾ എമൗണ്ട് ഓഫ് അഡ്രിനൽ ആൻഡ്രജൻ ആൻഡ് ഈസ്ട്രജൻസ്. നെക്സ്റ്റ് സോണ റെറ്റിക്കുലാരിസ് ഏറ്റവും കുറഞ്ഞതാണ്. ഇത് സെക്രീറ്റ്സ് ദ അഡ്രിനൽ ആൻഡ്രജൻ രണ്ടെണ്ണാണുള്ള ഡീഹൈഡ്രോക്സി എപ്പി ആൻഡ്രോസ്റ്റിറോൺ ആൻഡ് ആൻഡ്രോസ്റ്റീൻ ഡയോൺ. ഡീഹൈഡ്രോക്സി എപ്പി ആൻഡ്രോസ്റ്റിറോൺ ആൻഡ് ആൻഡ്രോസ്റ്റീൻ ഡയോൺ, as well as small amount of estrogen and some glucocorticoids. ഇതാണ് സോണ റെറ്റിക്കുലാരിസിൽ വരുന്നത്. ഇനി അഡ്രിനൽ ഹോർമോൺസ് ആർ സ്റ്റിറോയിഡ് ഹോർമോൺസ്. ഞാൻ പറഞ്ഞു ദേ ആർ സ്റ്റിറൈവ്ഡ് ഹോർമോൺസ് ഡിറൈവ്ഡ് ഫ്രം കൊളസ്ട്രോൾ. അപ്പോൾ എല്ലാം കൊളസ്ട്രോൾ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ all human steroid hormones including those produced by the adrenal cortex are synthesized from cholesterol. Once the cholesterol enters the cell, it is delivered to the mitochondria where it is cleaved by the enzyme cholesterol desmolase to form pregnenolone. അപ്പോൾ ഇതിനകത്ത് റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പാണിത്. കൊളസ്ട്രോൾ ഈസ് കൺവേർട്ടഡ് ഇൻ ടു pregnenolone, which is the rate limiting step in the eventual formation of adrenal steroids. Adrenal steroids ഏതൊക്കെയായിരുന്നു? കോർട്ടിസോൾ, കോർട്ടിക്കോസ്റ്റിറോൺ, അൾഡോസ്റ്റിറോൺ, പിന്നെ അഡ്രിനൽ ആൻഡ്രജൻ, ഡീഹൈഡ്രോക്സി, നമുക്ക് ഈ സെക്ഷണൽ ആൻഡ്രജൻസ്, അഡ്രിനൽ ആൻഡ്രജൻസ്,
അപ്പോൾ നമുക്ക് കൊളസ്ട്രോൾ എന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. കൊളസ്ട്രോൾ വൺസ് ഇത് റീച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് പുതിയ സിന്തസിസ് നടക്കണം. അപ്പോൾ മൈറ്റോകോൺട്രിയയിൽ വരും. തന്നെ അതിനെ ആ കൊളസ്ട്രോളിനെ ക്ലീവ് ചെയ്തിട്ട് അതിനെ ആ പോർഷൻസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താക്കും വിത്ത് ഹെൽപ്പ് ഓഫ് എൻ എൻസൈം കോൾഡ് cholesterol desmolase to form pregnenolone, which is the rate limiting step in the formation of adrenal steroids. Essentially, all these steps occur in two of the organelles of the cell, mitochondria and endoplasmic reticulum, with some steps occurring in one of these organelles and some in the other. മൈറ്റോകോൺട്രിയയിലും റൈബോസോമിലുമാണ് ഇത് നടക്കുന്നത്, ഈ സിന്തസിസ് നടക്കുന്നത്. അപ്പോൾ സിന്തസിസ് ഓഫ് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കൂടി ഒരേ സിന്തസിസ് തന്നെ പഠിച്ചു വെക്കാം. എല്ലാം ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നാണ്. എല്ലാം കൊളസ്ട്രോൾ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. വൺസ് കൊളസ്ട്രോൾ സെല്ലുകൾ റീച്ച് ചെയ്തുകൊണ്ട് തന്നെ മൈറ്റോകോൺട്രിയയിലേക്ക് കൊടുക്കും. മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ട് അതിനെ നമ്മളിതിനെ ക്ലീവ് ചെയ്തെടുക്കുകയാണ്. ക്ലീവ്ഡ് വിത്ത് ഹെൽപ്പ് ഓഫ് എൻ എൻസൈം കൊളസ്ട്രോൾ ഡെസ്മോളൈസ്. അപ്പോൾ നമുക്കിതിൽ നമ്മളിത് പഠിച്ചെടുക്കുക. അത് എളുപ്പമാണ്, അത് പഠിച്ചെടുക്കുക തന്നെ വേണം. പക്ഷേ അപ്പോൾ ആദ്യം ഇത് നോക്കുക. ഇതെന്താണ്? കൊളസ്ട്രോളിൻ്റെ മുകളിൽ കൊളസ്ട്രോൾ ഡെസ്മോളൈസ് ആക്ട് ചെയ്യാണ്. അപ്പോൾ എന്താ ഇത്? പ്രഗ്നനലോൺ ആവും. ദെൻ ഈ പ്രഗ്നനലോണിനെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത് പ്രൊജസ്ട്രോണിലേക്കാക്കും. പിന്നെ പ്രൊജസ്ട്രോൺ 11 ഹൈഡ്രോക്സി കോർട്ടിക്കോസ്റ്റിറോൺ, പിന്നെ കോർട്ടിക്കോസ്റ്റിറോൺ, ദെൻ അൾഡോസ്റ്റിറോൺ. ഇത് ഇതേപോലെ തന്നെ പഠിച്ചെടുക്കാം. ആദ്യം കൊളസ്ട്രോളിനകത്ത് എന്ത് സംഭവിക്കും? കൊളസ്ട്രോൾ ഡെസ്മോളൈസ് ആണ് എന്തുണ്ടാകുന്നത്? പ്രഗ്നനലോൺ. ദെൻ പ്രഗ്നനലോൺ ഈസ് കൺവേർട്ടഡ് ഇൻ ടു പ്രൊജസ്ട്രോൺ. പ്രൊജസ്ട്രോൺ ഈസ് കൺവേർട്ടഡ് ഇൻ ടു 11 ഡീഹൈഡ്രോക്സി കോർട്ടിക്കോസ്റ്റിറോൺ. പിന്നെ കോർട്ടിക്കോസ്റ്റിറോൺ എന്നാണ് അൾഡോസ്റ്റിറോൺ ഉണ്ടാകുന്നത്. ഇതാണ് അൾഡോസ്റ്റിറോണിൻ്റെ സ്റ്റെപ്പ്. ഇതിൻ്റെ ഇതേ ഇതിൽ തന്നെ കൊളസ്ട്രോൾ ഡെസ്മോളൈസ് ആക്ട് ചെയ്ത് പ്രഗ്നനലോൺ ഉണ്ടാവും. ഈ പ്രഗ്നനലോണിൻ്റെ ആക്ഷൻ ഉണ്ടാവും 17 ഹൈഡ്രോക്സിലേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 17 ഹൈഡ്രോക്സിലേസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹോർമോൺ. അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് പല ഡിസീസും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ 17 ഹൈഡ്രോക്സിലേസിൻ്റെ ആക്ഷൻ കാരണം എന്ത് സംഭവിക്കും? പ്രഗ്നനലോൺ ഈസ് കൺവേർട്ടഡ് ഇൻ ടു 17 ഹൈഡ്രോക്സി പ്രഗ്നനലോൺ. ദെൻ ഈ 17 ഹൈഡ്രോക്സി പ്രഗ്നനലോൺ എന്താകും? 17 ഹൈഡ്രോക്സി പ്രൊജസ്ട്രോൺ. ദെൻ 17 ഹൈഡ്രോക്സി പ്രൊജസ്ട്രോൺ എന്തായിരിക്കും? 11 ഡിയോക്സി കോർട്ടിസോൾ. ഇവിടെ 11 ഡിയോക്സി കോർട്ടിക്കോസ്റ്റിറോൺ ആയിരുന്നു. ഇവിടെ 11 ഡിയോക്സി കോർട്ടിസോൾ. ദെൻ 11 ഡിയോക്സി കോർട്ടിസോൾ ഈസ് കൺവേർട്ടഡ് ഇൻ ടു കോർട്ടിസോൾ. തന്നെ എടുക്കുവാണെങ്കിൽ നമ്മൾ മറ്റേ ആൻഡ്രജൻ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കൊളസ്ട്രോളിനകത്ത് കൊളസ്ട്രോൾ ഡെസ്മോളൈസ് ആക്ട് ചെയ്യുന്നത് പ്രഗ്നനലോൺ. ദെൻ പ്രഗ്നനലോണിൻ്റെ അകത്ത് 17 ഹൈഡ്രോക്സിലേറ്റ് ആക്ട് ചെയ്തിട്ട് 17 ഹൈഡ്രോക്സിലേസിൻ്റെ ആക്ഷൻ കൊണ്ട് 17 ഹൈഡ്രോക്സി പ്രഗ്നനലോൺ ആവും. Then 17 hydroxy pregnenolone is converted into dehydroxy epiandrosterone. Then androstenedione. ഈ ഡയഗ്രാം പഠിക്കേണ്ടത്, സ്ട്രക്ചർ പഠിക്കേണ്ട, കോമ്പോണൻസിൻ്റെ നെയിംസ് ഓർത്ത് വെക്കുക. അതിനകത്ത് രണ്ട് എൻസൈംസിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് കൊളസ്ട്രോൾ ഡെസ്മോളൈസും 17 ഹൈഡ്രോക്സിലേസും. ഓരോ സ്റ്റെപ്പായിട്ട് കാണാം. കൊളസ്ട്രോൾ 17 ഹൈഡ്രോക്സിലേസ്. കൊളസ്ട്രോൾ പ്രഗ്നനലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് വിത്ത് ഹെൽപ്പ് ഓഫ് കൊളസ്ട്രോൾ ഡെസ്മോളൈസ്. പ്രഗ്നനലോൾ പിന്നെ പ്രൊജസ്ട്രോൺ ആവും. പ്രൊജസ്ട്രോൺ ഡീഹൈഡ്രോക്സി കോർട്ടിക്കോസ്റ്റിറോൺ. പിന്നെ ഡീഹൈഡ്രോക്സി കോർട്ടിക്കോസ്റ്റിറോൺ ആവും. കോർട്ടിക്കോസ്റ്റിറോൺ അൾഡോസ്റ്റിറോൺ ആവും. ഇവിടെ ഇതിന് പകരം കൊളസ്ട്രോൾ എന്ത് ചെയ്യും? പ്രഗ്നനലോൺ ഈസ് കൺവേർട്ടഡ് ഇൻ ടു 17 ഹൈഡ്രോക്സി പ്രഗ്നനലോൺ, പിന്നെ 17 ഹൈഡ്രോക്സി പ്രൊജസ്ട്രോൺ. ഇവിടെ പ്രഗ്നനലോണിന് പറയുന്നത് എല്ലാത്തിനും 17 ഹൈഡ്രോക്സിലേസിൻ്റെ ആക്ഷൻ ഉള്ളതുകൊണ്ട് ഇവിടെ എല്ലാം സംഭവിക്കും 17 ഹൈഡ്രോക്സി ആഡ് ചെയ്യും. ഇപ്പോൾ 17 ഹൈഡ്രോക്സി പ്രഗ്നനലോൺ. ഇവിടെ അതേ സമയത്ത് വെറും പ്രഗ്നനലോണേ ആവും. ഇവിടെ പ്രൊജസ്ട്രോൺ ആണ്. അപ്പോൾ ഇവിടെ 17 ഹൈഡ്രോക്സി പ്രൊജസ്ട്രോൺ. ദെൻ 11 ഡിയോക്സി കോർട്ടിക്കോസ്റ്റിറോൺ. ഇവിടെ 11 ഡിയോക്സി കോർട്ടിസോൾ, പിന്നെ കോർട്ടിസോൾ ആവും. മറ്റേടത്ത് ഇതെല്ലാം ഓർത്ത് വെക്കുക. എന്താണ്? കൊളസ്ട്രോൾ പ്രഗ്നനലോൺ 17 ഹൈഡ്രോക്സിലേസിൻ്റെ ഭാഗമായിട്ട് 17 ഹൈഡ്രോക്സി പ്രഗ്നനലോൺ. അത് കൺവേർട്ടഡ് ഇൻ ടു ഡീഹൈഡ്രോ എപ്പി ആൻഡ്രോസ്റ്റിറോൺ. പിന്നെ ഡീഹൈഡ്രോ എപ്പി ആൻഡ്രോസ്റ്റീൻ നമുക്ക് ആൻഡ്രോസ്റ്റീൻ ഡയോൺ. ഇതാണ് രണ്ട് ആൻഡ്രോജൻസ്, അഡ്രിനൽ ആൻഡ്രോജൻസ്. ഇനി നമുക്ക് ഈ കോർട്ടിസോൾസിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ വെച്ചാണ്. ആ പ്രോട്ടീൻ്റെ പേരാണ്, അതൊരു യൂഷ്വലി ഒരു ഗ്ലോബുലിനാണ്. അതാണ് ട്രാൻസ്കോർട്ടിൻ. നമ്മൾ തൈറോയിഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടീനെ പറഞ്ഞ പോലെ തന്നെ ഇതിനൊക്കെ ട്രാൻസ്പോർട്ടിങ് പ്രോട്ടീൻസ് ഉണ്ട്. Approximately 90 to 95% of cortisol in plasma binds to plasma protein, especially a globulin called cortisol binding globulin or transcortin, to a lesser extent to albumin.
അതായത് ഗ്ലോബുലിനാണ് എപ്പോഴും ട്രാൻസ്പോർട്ട് ഫംഗ്ഷൻ. Then cortisol have a relatively long half life, that is 60 to 90 minutes. അതായത് 1.5 മണിക്കൂർ ആർക്ക് ആക്ഷൻ കിട്ടുന്നുണ്ട് കോർട്ടിസോളിൻ്റെ ഹാഫ് ലൈഫ്. പക്ഷേ അതിന് വേണ്ടി അൾഡോസ്റ്റിറോണിൻ്റെ ആക്ഷൻ വളരെ ഷോർട്ടായിട്ടുള്ള ആക്ഷൻ ആയിരിക്കും. അൾഡോസ്റ്റിറോൺ ഹാസ് എ റിലേറ്റീവ്ലി ഷോർട്ട് ഹാഫ് ലൈഫ് ഓഫ് about 20 minutes. കാരണം അൾഡോസ്റ്റിറോണിൻ്റെ ആക്ഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അൾഡോസ്റ്റിറോൺ ഒരു ഷോർട്ട് ഹാഫ് ലൈഫ് കൊടുത്തിരിക്കുന്നത്. കാരണം ഒത്തിരി ഹാഫ് ലൈഫ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്തായിരിക്കും നമുക്ക് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം റീഅബ്സോർപ്ഷൻ ആൻഡ് പൊട്ടാസ്യം ഡിക്രീഷൻ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് പൊട്ടാസ്യം പെട്ടെന്ന് കുറയും, നമ്മുടെ ബോഡിയിൽ ഹൈപ്പോക്കലീമിയ ഡെവലപ്പ് ചെയ്യും, വലിയ ഫേറ്റലായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത് അൾഡോസ്റ്റിറോണിൻ്റെ ആക്ഷൻ എപ്പോഴും ഷോർട്ട് ഹാഫ് ലൈഫാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 20 minutes ആണ്. സോ 60 to 90 minutes ആണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് അല്ലെങ്കിൽ കോർട്ടിസോളിൻ്റെ ആക്ഷൻ. ഇനി അഡ്രിനൽ കോർട്ടിക്കൽ ഹോർമോൺസ് ആർ മെറ്റബോളൈസ്. അതിൻ്റെ മെറ്റബോളിസം എല്ലാം ഇതിൻ്റെയൊക്കെ ഹോർമോൺസിൻ്റെയും മെറ്റബോളിസം മെയിൻലി നടക്കുന്നത് ലിവറിൽ തന്നെയാണ്. സ്റ്റിറോയിഡ്സ് ആണ് എസ്പെഷ്യലി. ദെൻ ഇൻ ലിവർ ദ അഡ്രിനൽ സ്റ്റിറോയിഡ്സ് ആർ ഡീഗ്രേഡഡ് മെയിൻലി in liver and are conjugated to the glucuronic acid and to a lesser extent to sulfates. These conjugates are excreted in bile and then in feces. ഫീസസിലൂടെയും പോകും, പിന്നെ കുറച്ച് യൂറിനിലൂടെ പോകും. The remaining conjugates are filtered readily by the kidney and excreted in urine. ഈ നോർമൽ കോൺസെൻട്രേഷൻ പഠിച്ചു വെക്കുക. ദ നോർമൽ കോൺസെൻട്രേഷൻ ഓഫ് അൾഡോസ്റ്റിറോൺ ഗ്ലൂക്കോകോർട്ടിക്കോയിഡിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ദ നോർമൽ കോൺസെൻട്രേഷൻ ഓഫ് അൾഡോസ്റ്റിറോൺ ഇൻ ബ്ലഡ് ഈസ് അബൌട്ട് 6 nanograms ആണ് per 100 milliliters and an average secretion rate is about 150 microgram per day. 150 ഇതിൻ്റെ യൂണിറ്റ് ആണ് മറന്നുപോയത്. ഒന്ന് 6 nanogram, അടുത്തത് 150 microgram per day. ദെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് കോർട്ടിസോൾ ഇൻ ബ്ലഡ് ആകുമ്പോൾ എന്തായിരിക്കും 12 microgram ആണ്. ഇവിടെ 6 nanogram ആണ് പറഞ്ഞത്. ഇവിടെ 6ൻ്റെ നേരെ ഇരട്ടിയാണ്, പക്ഷേ എന്താണ് മൈക്രോ ആണ്, നാനോനേക്കാളും കൂടിയതാണ്. മൈക്രോഗ്രാംസ് പെർ 100 ml ആൻഡ് ദ സെക്രട്ടറി റേറ്റ് ആവറേജസ് 15 to 20 milligram. ഇവിടെ മൈക്രോഗ്രാം ആണ്, പക്ഷേ ഇവിടെ എന്താണ് 15 to 20 milligram per day. ഈ ഫങ്ഷൻസ് ഇപ്പോൾ നമ്മൾ പറയുന്നത് അൾഡോസ്റ്റിറോൺ ആണ് ഈ ക്ലാസ്. അപ്പോൾ അൾഡോസ്റ്റിറോണിൽ 2 ഫംഗ്ഷനേ ഉള്ളൂ. എന്താണ് സോഡിയം റീഅബ്സോർപ്ഷൻ ആൻഡ് പൊട്ടാസ്യം എക്സ്ക്രീഷൻ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനെ റീഅബ്സോർബ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണോ അപ്പോൾ അതെല്ലാം അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അൾഡോസ്റ്റിറോൺ ചെയ്തിട്ടുണ്ടാവും. സോഡിയത്തിന് എങ്ങനെയെങ്കിലും സോഡിയത്തിനെ റീഅബ്സോർബ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മെയിൻ ഫംഗ്ഷൻ. ദ മിനറൽ കോർട്ടിക്കോയിഡ് ഡെഫിഷ്യൻസി കോസസ് സിവിയർ സോഡിയം വേസ്റ്റിംഗ് ആൻഡ് ഹൈപ്പർ കലീമിയ. അതെങ്ങനെയാണ് വരിക? കാരണം നമുക്ക് അൾഡോസ്റ്റിറോൺ ഇല്ല. അൾഡോസ്റ്റിറോൺ ഇല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ഒത്തിരി സോഡിയം ലോസ് ആവുകയും ചെയ്യും, പൊട്ടാസ്യം എക്സസ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അത് ആ കണ്ടീഷനാണ് ഹൈപ്പർ കലീമിയ. അപ്പോൾ ഹൈപ്പോനാട്രീമിയ ഉണ്ടാവും, ഹൈപ്പർ കലീമിയയും ഡെവലപ്പ് ചെയ്യും. ദ ടോട്ടൽ ലോസ് ഓഫ് അഡ്രിനൽ കോർട്ടിക്കൽ സെക്രീഷൻ മേ കോസ് ഡെത്ത് വിത്തിൻ 3 days to 2 weeks unless the person receives extensive salt therapy or injection of mineralocorticoids. അതുകൊണ്ട് തന്നെ ലൈഫ് സേവിങ് ആയിട്ടുള്ള ഒരു അഡ്രിനൽ ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അത് അൾഡോസ്റ്റിറോൺ ആണ്. കാരണം അത്രയും കുറച്ച് സമയത്തിനുള്ളിൽ ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ പേഷ്യൻ്റ് ഡെത്തായിപ്പോൾ. ടോട്ടൽ ലോസ് ഓഫ് അഡ്രിനൽ കോർട്ടിക്കൽ സെക്രീഷൻ മേ കോസ് ഡെത്ത് വിത്തിൻ 3 days to 2 weeks. The sodium and chlorides are rapidly lost from the body and the total extracellular fluid volume and the blood volume become greatly reduced. സോഡിയം പോകുന്നതിന് അതേപോലെ തന്നെ വാട്ടറും പോകും. നമുക്കറിയാം ഡ്രെയിനേജ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്ലൂയിഡ് സൊല്യൂട്ടിൻ്റെ കൂടെ തന്നെ ഡ്രെയിൻ ചെയ്ത് വാട്ടർ പോകുന്ന കാര്യം. ദെൻ ഇപ്പോൾ വാട്ടർ ഡിപ്ലീഷൻ നടക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് വോളിയം കുറയുമ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് കുറയും, പിന്നെ ഫെയിലിയർ ആയിരിക്കും. The diminished cardiac output soon develops which progress to shock-like state followed by death. The entire sequence can be prevented by the administration of aldosterone or some other mineral corticoids. അതുകൊണ്ട് തന്നെ mineral corticoids are said to be the acute life-saving portion of the adrenocortical hormones. That's why the mineral corticoids are called the life-saving portion of adrenocortical hormones. ഇനി അടുത്തത് അൾഡോസ്റ്റിറോണിൻ്റെ ആക്ഷനിൽ 2 സൈറ്റുകളാണ്. ഒന്ന് റീനൽ സിസ്റ്റത്തിൽ ആക്ഷൻ ഉണ്ട്, സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ആക്ഷൻ ഉണ്ട്. അപ്പോൾ 2 സിസ്റ്റത്തിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു നോക്കാം. അപ്പോൾ ആദ്യം റീനൽ ട്യൂബുലാർ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? വിച്ച് ഇൻക്രീസസ് ദ റീനൽ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ആൻഡ് സോഡിയം ആൻഡ് ദ സെക്രീഷൻ ഓഫ് പൊട്ടാസ്യം. അതാണ് ഒരു ആക്ഷൻ. അത് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് നമ്മുടെ കലക്റ്റിംഗ് ഡക്റ്റിലും പിന്നെ ഡിസ്റ്റൽ ട്യൂബ്യൂളിലാണ്. അൾഡോസ്റ്റിറോൺ ഇൻക്രീസ് ദ റീനൽ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം ആൻഡ് സെക്രീഷൻ ഓഫ് പൊട്ടാസ്യം, എസ്പെഷ്യലി ഇൻ ദ പ്രിൻസിപ്പൽ സെൽസ് ഓഫ് കളക്റ്റിംഗ് ട്യൂബ്യൂൾസ് ആണ്. അത് നോട്ട് ചെയ്യുക, പ്രിൻസിപ്പൽ സെൽസ് ആണ്. കളക്റ്റിംഗ് ട്യൂബ്യൂൾസിന് 2 ടൈപ്പ് ഓഫ് സെൽസ് പഠിപ്പിച്ചിട്ടുണ്ട്, പ്രിൻസിപ്പൽ സെൽസ് ആൻഡ് ഇൻ്റർകലക്റ്റഡ് സെൽസ്. പ്രിൻസിപ്പൽ സെൽസിൻ്റെ ഫംഗ്ഷനാണ് റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം ആൻഡ് സെക്രീഷൻ ഓഫ് പൊട്ടാസ്യം ടു എ ലെസർ എക്സ്റ്റെൻറ്റ് ഇൻ ദ ഡിസ്റ്റൽ ട്യൂബ്യൂൾസ് ആൻഡ് കളക്റ്റിംഗ് ഡക്ട്സ്. Therefore, aldosterone causes sodium to be conserved in the extracellular fluid while increasing the potassium excretion in
urine. Therefore, the net effect of excess aldosterone in the plasma is to increase the total quantity of sodium in the extracellular fluid while decreasing the potassium. Excess aldosterone increases extracellular fluid volume and arterial pressure but has only a small effect on plasma sodium concentration. എന്തുകൊണ്ടാണ് നമുക്കിത് കൂടുതൽ സോഡിയം റീഅബ്സോർബ് ചെയ്യും, ഫ്ലൂയിഡും കിട്ടും. ഫ്ലൂയിഡ് കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ബ്ലഡ് വോളിയം നോർമലാവും. ബ്ലഡ് വോളിയത്തോട് കൂടുമ്പോൾ അതേ സമയത്ത് നമുക്ക് പ്രഷറും കൂടും. പക്ഷേ സോഡിയത്തിൻ്റെ വാല്യൂ അത് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണ്, സോഡിയം വരുന്ന അതേ ക്വാണ്ടിറ്റിയിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, വാട്ടർ അതിനെ ഡൈലൂഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈക്വൽ എമൗണ്ട് സൊല്യൂട്ട് എടുക്കുമ്പോൾ അതേപോലെ തന്നെ സോൾവെൻറ്റ് വരുന്നതുകൊണ്ട് തന്നെ സോഡിയത്തിൻ്റെ വാല്യൂസിൽ വലിയ ചേഞ്ചസ് ഉണ്ടാവില്ല. The reason for this is what when sodium is reabsorbed by tubules, simultaneous osmotic absorption, almost equivalent amount of water occurs. Also, small increase in extracellular fluid sodium concentration stimulates thirst. നമുക്ക് ഉപ്പ് തിന്നാൾ വെള്ളം കുടിക്കുന്നതാണ്. അപ്പോൾ സോൾട്ട് കൂടുതലാകുമ്പോൾ തന്നെ നമ്മൾക്ക് തേഴ്സ്റ്റ് സെൻറ്റർ ആക്ടിവേറ്റ് ചെയ്യും. നമ്മൾ ഓസ്മോ റിസപ്റ്റേഴ്സ് ഹൈപ്പോതലാമസിൽ പറഞ്ഞിട്ടുണ്ടാവും. ഓസ്മോ റിസപ്റ്റേഴ്സ് നമ്മൾ ADH പറഞ്ഞിട്ടുണ്ട്. Then stimulate the thirst and increased water intake if water is available and increase secretion of antidiuretic. An aldosterone mediated increases in extracellular fluid volume lasting more than 1 and 2 days also leads to increase in arterial pressure. The rise in arterial pressure then increases the kidney excretion of both sodium and water, that is called natriuresis and pressure diuresis. നാട്രിയൂറസിസ് ആൻഡ് പ്രഷർ ഡയോറസിസ്. അതായത് ആൾഡോസ്റ്റിറോൺ ഇയാളിൽ പിന്നീട് നമുക്ക് സോഡിയവും ഇതൊക്കെ നോർമൽ ആൾഡോസ്റ്റിറോൺ എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആൾഡോസ്റ്റിറോൺ കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ ഫ്ലൂയിഡ് വോളിയം കൂടും. സോഡിയം റീഅബ്സോർബ് ചെയ്യും, ഫ്ലൂയിഡ് റീഅബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ ബ്ലഡ് വോളിയം കൂടും. ബ്ലഡ് വോളിയം കൂടുമ്പോൾ പ്രഷറും നോർമലാവും. ഇനിയും ഇതുപോലെ ഫ്ലൂയിഡ് കൂടി കഴിഞ്ഞാൽ പ്രഷർ എക്സസ് ആവും. അപ്പോൾ ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം, നമുക്ക് ഈ എക്സസ് ആയിട്ട് എടുത്ത സാധനങ്ങളെല്ലാം കളയുവാണ്. അതായത് എക്സസ് ആയിട്ട് നമ്മൾ എന്താണ് റീഅബ്സോർബ് ചെയ്തത്, സോഡിയം. അപ്പോൾ BP കുറയ്ക്കാൻ വേണ്ടി സോഡിയത്തിനെ കളയും. അപ്പോൾ അതിനാണ് എന്താ പറയുക, നാട്രിയൂറസിസ്. അതേപോലെ BP കുറയ്ക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ഫ്ലൂയിഡ് വോളിയം കുറയ്ക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും, പ്രഷർ ഡയൂറസിസ്. ഇങ്ങനെ ഇതിനെ എസ്കേപ്പ് ചെയ്യുന്നതിനാണ് ആൾഡോസ്റ്റിറോൺ എസ്കേപ്പ് എന്ന് പറയും. The return to normal of sodium and water excretion by kidney as a result of pressure, natriuresis and diuresis is called aldosterone escape. നമ്മൾ CAVSൽ വാഗൽ എസ്കേപ്പ് പഠിച്ചിട്ടുണ്ട്. ഇത് വേറെ ഒന്നാണ് aldosterone escape. അതായത് വൺസ് ആൾഡോസ്റ്റിറോൺ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ബ്ലഡിൻ്റെ വോളിയം BP നോർമലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കും, നാട്രിയൂറസിസ് ആൻഡ് പ്രഷർ യൂറസിസ്, എന്നിട്ട് അത് നോർമൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. അതിൻ്റെ ഓപ്പോസിറ്റ് കണ്ടീഷൻ, വെൻ ആൾഡോസ്റ്റിറോൺ സെക്രീഷൻ ബിക്കം സീറോ. Aldosterone secretion കുറഞ്ഞതായിരിക്കും. Large amount of sodium are lost in urine, not only diminishing the amount of sodium chloride in the extracellular fluid but also decreasing the extracellular fluid volume. നേരത്തെ സംഭവിച്ചതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് ആയിരിക്കും. ദെൻ അപ്പോൾ ഒത്തിരി ഫ്ലൂയിഡ് ലോസ് ഉണ്ടാവും, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, പിന്നെ ഹൈപ്പോവോളിമിക് ഷോക്ക് ഡെവലപ്പ് ചെയ്യാം. This result severe extracellular fluid dehydration and low blood volume leading to circulatory shock. Then excess aldosterone causes, ഇനി അടുത്തത് ഒരു കണ്ടീഷനാണ്, പതോളജിക്കലായിട്ട് എക്സസ് ആൾഡോസ്റ്ററോൺ ഉണ്ടാകുമ്പോഴത്തേനും എന്ത് സംഭവിക്കാം, സോഡിയം റീഅബ്സോർബ് ചെയ്യാം, എക്സസ് ആയിട്ട് പൊട്ടാസ്യം വാഷ് ഔട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് വരും, ഹൈപ്പോകലീമിയ ഡെവലപ്പ് ചെയ്യും ആൻഡ് മസിൽ വീക്ക്നെസ്. ദെൻ അൾഡോസ്റ്റിറോണിൻ്റെ എക്സസ് കൊണ്ട് അൾഡോസ്റ്റിറോൺ എക്സസ് കൊണ്ടാണ് ഹൈപ്പോകലീമിയ. അൾഡോസ്റ്റിറോണിൻ്റെ ഡെഫിഷ്യൻസി ആണെങ്കിൽ നമുക്കെന്ത് ഹൈപ്പർ കലീമിയാണ് ഡെവലപ്പ് ചെയ്യുക, കാരണം പൊട്ടാസ്യത്തിനെ വാഷ് ഔട്ട് ചെയ്യുന്നില്ല. പക്ഷെ നമ്മളിവിടെ ഒരു ഹൈപ്പോകലീമിയയുടെ കൂടെ തന്നെ മസിൽ വീക്ക്നെസ് പറയുന്നത്. എന്താണ് ഹൈപ്പോകലീമിയയിൽ മസിൽ വീക്ക്നെസ് ഉണ്ടാവാൻ കാരണം പൊട്ടാസ്യം ഉണ്ടെങ്കിലേ നമ്മുടെ ഈ മസിലിൻ്റെയൊക്കെ ആക്ഷൻ പൊട്ടൻഷ്യലിനകത്ത് എന്ത് റീപോളറൈസേഷൻ നടക്കുന്നുള്ളൂ. അപ്പോൾ ഇത് മസിൽ ഫൈബേഴ്സ് റീപോളറൈസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ മസിലിന് എന്ത് ഫീൽ ചെയ്യും, മസിൽ വീക്ക്നെസ് ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഹൈപ്പോകലീമിയ അസോസിയേറ്റഡ് വിത്ത് മസിൽ വീക്ക്നെസ്. ദെൻ എക്സസ് ആൾഡോസ്റ്റിറോൺ ആകുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, പൊട്ടാസ്യം വാഷ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പൊട്ടാസ്യം വാഷ് ഔട്ട് ചെയ്യുന്ന പോലെ തന്നെ ആൾഡോസ്റ്റിറോൺ ചെയ്യുന്ന വേറൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലറ്റിൻ ഡക്റ്റിൽ ഇൻ്റർകലറ്റഡ് സെൽസിൽ ആക്ട് ചെയ്യും. പ്രിൻസിപ്പൽ സെൽസിൽ ഉണ്ടാവും, പിന്നെ അതേപോലെ തന്നെയുള്ള വേറൊരു സെൽസ് ഉണ്ട്, ഇൻ്റർകലറ്റഡ് സെൽസിൽ എന്ത് ചെയ്യും, ഇത് ഇൻ്റർകലറ്റഡ് സെൽസിൻ്റെ ആക്ഷൻ എവിടെയാണ് വരുന്നത്, അത് ഹൈഡ്രജൻ അയോൺ സെക്രീഷനാണ്. ഹൈഡ്രജൻ അയോൺ സെക്രീഷൻ ആൻഡ് ബൈകാർബണേറ്റ് റീഅബ്സോർപ്ഷൻ ആണ്. ഹൈഡ്രജൻ അയോൺ സെക്രീഷൻ ആൻഡ് ബൈകാർബണേറ്റ് റീഅബ്സോർപ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ അസിഡിഫിക്കേഷൻ ഓഫ് യൂറിൻ. സോ ദ എക്സസ് ആൾഡോസ്റ്റിറോൺ ഇൻക്രീസസ് ദ ട്യൂബുലാർ ഹൈഡ്രജൻ അയോൺ സെക്രീഷൻ ആൻഡ് കോസസ് ആൽക്കലോസിസ്. അതാണ് ഹൈഡ്രജൻ അയോണിനെ എടുക്കുന്ന നേരം ബൈകാർബണേറ്റ് അതിനെ അത് നിൽക്കുന്ന നേരം എന്തായിരിക്കും, ബൈകാർബണേറ്റിൻ്റെ അളവ് കൂടും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ആൽക്കലോസിസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ സെക്രീറ്റ് ചെയ്ത് കളയുന്നത് പൊട്ടാസ്യത്തിനെയും ഹൈഡ്രജനെയാണ്.
അപ്പോൾ അതിൻ്റെ സിംറ്റംസ് ഡെവലപ്പ് ചെയ്യും. ഹൈഡ്രജൻ പോകുമ്പോൾ തന്നെ അസിഡിറ്റീൻ്റെ ഇത് വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? ആൽക്കലോസിസ് ഡെവലപ്പ് ചെയ്യും. In the principal cells of renal collecting tubules and also cause secretion of hydrogen ions in exchange of potassium in intercalated cells of cortical collecting tubules. അപ്പോൾ ഹൈഡ്രജനെ നമ്മൾ പ്രിൻസിപ്പൽ സെൽസിൽ ഇത് എന്ത് ചെയ്യും? സോഡിയം റീഅബ്സോർപ്ഷൻ ആൻഡ് പൊട്ടാസ്യം എക്സ്ക്രീഷൻ. ഇൻ ഇൻ്റർകലേറ്റഡ് സെൽസ് സോഡിയം പൊട്ടാസ്യം എക്സ്ക്രീഷനും ഉണ്ട്. അതേ സമയത്ത് ആ പൊട്ടാസ്യം എക്സ്ക്രീഷനും പിന്നെ വരുന്നത് ഇൻ്റർകലേറ്റഡ് സെൽസിൽ കിട്ടുന്നത് എന്താണ്? ഇൻ്റർകലേറ്റഡ് സെൽസിൽ H+ അയോൺസ് ആണ്. ഹൈഡ്രജൻ അയോൺസിനെ അത് സെക്രീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിന് ഇൻസ്റ്റഡ് അത് എടുക്കുന്നത്, അതിൻ്റെ കൂടെ എടുക്കുന്നതാണ് ബൈകാർബണേറ്റിൻ്റെയും വരും, അതേപോലെ തന്നെ വരുന്നതാണ് പൊട്ടാസ്യത്തിനെ തിരിച്ചെടുക്കുകയും ചെയ്യും. ദിസ് ഡിക്രീസ് ഇൻ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ഇൻ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് കോസിങ് മെറ്റബോളിക് ആൽക്കലോസിസ്. അങ്ങനെ അയോൺസ് ആസിഡ്സിൻ്റെ H+ കുറയുന്നതിനനുസരിച്ച് ബൈകാർബണേറ്റിൻ്റെ അളവ് കൂടും. അങ്ങനെ ബോഡിയിൽ ആൽക്കലോസിസ് വരും. ദ ആൽഡോസ്റ്റെറോൺ നമ്മുടെ കിഡ്നിയിൽ മാത്രമല്ല, എന്താണ്? ആൽഡോസ്റ്റെറോൺ സ്റ്റിമുലേറ്റ് സോഡിയം ആൻഡ് പൊട്ടാസ്യം ട്രാൻസ്പോർട്ട് ഇൻ സ്വെറ്റ് ഗ്ലാൻഡ്സ്, സലൈവറി ഗ്ലാൻഡ്സ് ആൻഡ് ഇൻഡസ്റ്റൈനൽ എപ്പിത്തീലിയൽ സെൽസ്. ഇവിടെയൊക്കെ ഈ ആൽഡോസ്റ്റെറോൺ ഇതേ ആക്ഷൻ കാണിക്കുന്നുണ്ട്. എവിടെയൊക്കെയാണ്? സ്വെറ്റ് ഗ്ലാൻഡ്സ്, സലൈവറി ഗ്ലാൻഡ്സ് ആൻഡ് ഇൻഡസ്റ്റൈനൽ എപ്പിത്തീലിയൽ സെൽസ്. ഇനി എങ്ങനെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്? നമ്മൾ മെക്കാനിസം ഓഫ് ആക്ഷൻ പറഞ്ഞില്ല അതന്നെ. അപ്പോൾ എന്താണ്? ഫസ്റ്റ് ഇത് എന്ത് ചെയ്യും? എല്ലാ സ്റ്റിറോയിഡ് ഹോർമോൺസും ലിപ്പിഡ് സോല്യൂബിളാണ്. അപ്പോൾ അതായിട്ട് എന്താണ്? ഫസ്റ്റ്, because of its lipid solubility in cellular membrane, aldosterone diffuses readily to the interior of the tubular epithelial cells. ഇതിൻ്റെ മെയിൻ ആക്ഷൻ എന്ന് പറയുന്നത് കിഡ്നിയുടെ സെൽസിലാണ്, ട്യൂബുലാർ സെൽസിലാണ്. അപ്പോൾ ട്യൂബുലാർ സെൽസിൽ സോല്യൂബിൾ ആയതുകൊണ്ട് തന്നെ അതെന്ത് ഡിഫ്യൂസസ് റെഡ്ലി ഇൻ ടു ദ ഇൻറ്റീരിയർ ഓഫ് ദ ട്യൂബുലാർ എപ്പിത്തീലിയൽ സെൽസ്. നെക്സ്റ്റ്, സെക്കൻഡ്, ഇൻ ദ സൈറ്റോപ്ലാസം ഓഫ് ദ ട്യൂബുലാർ സെൽസ്. പിന്നെ നമുക്ക് ഒരു ഹോർമോൺ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസപ്റ്ററിനെ കണ്ടുപിടിക്കും. പിന്നെ എന്താണ്? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യുക. അതിനകത്ത് ഹൈലി സ്പെസിഫിക് സൈറ്റോപ്ലാസ്മിക് മിനറോ കോർട്ടിക്കോയിഡ് റിസപ്റ്റർ പ്രോട്ടീൻസ് അതുമായിട്ട് കമ്പൈൻ ചെയ്യും. ദെൻ തേർഡ് എന്താണ്? ദ അൾഡോസ്റ്റെറോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഓർ എ പ്രൊഡക്റ്റ് ഓഫ് ദിസ് കോംപ്ലക്സ് ഡിഫ്യൂസസ് ഇൻ ടു ദ ന്യൂക്ലിയസ്. ഇപ്പോൾ സൈറ്റോപ്ലാസത്തിലാണ് ഉള്ളത്. ഇനി ന്യൂക്ലിയസിൽ പോവും, DNA ചെല്ലും. DNA മാറ്റം വരുത്തിയിട്ട് പുതിയ പ്രോട്ടീൻസ് ജനറേറ്റ് ചെയ്യും. ഈ പ്രോട്ടീൻസ് ഹെൽപ്പ് ചെയ്തിട്ടാണ് ത്രൂ ദീസ് പ്രോട്ടീൻസ് ഈ സോഡിയം റീഅബ്സോർബ് ചെയ്യുന്നതും പൊട്ടാസ്യത്തിന് എക്സ്ക്രീറ്റ് ചെയ്യുന്നതാണെങ്കിലും അങ്ങനെ ഇതിൻ്റെ എല്ലാ ഫങ്ഷൻസും ഇതിനെ മീഡിയേറ്റ് ചെയ്യുക മാത്രമേ ആര് ചെയ്യുന്നുള്ളൂ? അൾഡോസ്റ്റെറോൺ ചെയ്യുന്നുള്ളൂ. അവിടെ വർക്ക് ചെയ്യുന്നത് സ്പെഷ്യൽ കൈൻഡ് ഓഫ് പ്രോട്ടീൻസ് ആണ്. പക്ഷേ ഈ പ്രോട്ടീൻ ഉണ്ടാവണമെങ്കിൽ അൾഡോസ്റ്റെറോണിൻ്റെ സ്റ്റിമുലേഷൻ ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ അൾഡോസ്റ്റെറോൺ ഡയറക്റ്റ് ആയിട്ടല്ല ആക്ട് ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദ അൾഡോസ്റ്റെറോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഓർ എ പ്രൊഡക്റ്റ് ഓഫ് ദിസ് കോംപ്ലക്സ് ഡിഫ്യൂസസ് ഇൻ ടു ദ ന്യൂക്ലിയസ് വേർ ഇറ്റ് മേ അണ്ടർഗോ ഫർദർ ആൾട്ടറേഷൻ, finally inducing one or more of specific portion of DNA to form one or more type of messenger RNA related to the process of sodium potassium transport proteins ഉണ്ടാകും. Then this messenger RNA diffuses back into the cytoplasm where it operates in conjunction with the ribosome. It produces proteins. The proteins formed are a mixture of one or more enzymes. എന്തെങ്കിലും എൻസൈംസ് ആവാം, പിന്നെ മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ആവാം, എന്തോ ആവാം. ഓൾ ആക്ടിങ് ടുഗദർ ആർ റിക്വയർഡ് ഫോർ സോഡിയം പൊട്ടാസ്യം ആൻഡ് ഹൈഡ്രജൻ ട്രാൻസ്പോർട്ട് ത്രൂ ദ സെൽ മെംബ്രെയിൻ. പല ചാനൽസൊക്കെ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് സോഡിയം ചാനൽസ്. അതായത് വൺ ഓഫ് ദ എൻസൈം എസ്പെഷ്യലി ഇൻക്രീസ് ഇസ് സോഡിയം പൊട്ടാസ്യം അഡിനോസിൻ ട്രൈഫോസ്ഫറ്റേസ്. സോഡിയം പൊട്ടാസ്യം ATPase എന്ന് പറയുന്നതാണ്. സോഡിയം പൊട്ടാസ്യം ATPaseൻ്റെ ആക്ഷനാണ് ഏറ്റവും കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. വിച്ച് സെർവ്സ് ആസ് എ പ്രിൻസിപ്പൽ പാർട്ട് ഓഫ് ദ പമ്പ് ഫോർ സോഡിയം ആൻഡ് പൊട്ടാസ്യം എക്സ്ചേഞ്ച് അറ്റ് ദ ബേസോലാറ്ററൽ മെംബ്രെയിൻ ഓഫ് ദ റീനൽ ട്യൂബുലാർ സെൽസ്. അറിയാം, സോഡിയം പൊട്ടാസ്യം പമ്പിൻ്റെ ഫംഗ്ഷൻ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷനാണ് ആൽഡോസ്റ്റെറോൺ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഇത് സോഡിയം പൊട്ടാസ്യം പമ്പ് ഉണ്ടാക്കാം, അതല്ലെങ്കിൽ ഇത് എപ്പിത്തീലിയൽ സോഡിയം ചാനൽസ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ പറഞ്ഞു റൈബോസോമിൽ പോയിട്ട് ഇത് ചെയ്യുന്നത് സ്പെഷ്യൽ കൈൻഡ് ഓഫ് പ്രോട്ടീൻസ് ഫോം ചെയ്യുക. അപ്പോൾ ആ പ്രോട്ടീൻസ് എന്തിൻ്റെയൊക്കെ ഇതിനുള്ളതാവാം? ഒന്നെങ്കിൽ സോഡിയം പൊട്ടാസ്യം പമ്പ് ഉണ്ടാക്കാനുള്ളതാവാം, അതല്ലെങ്കിൽ ഈ ചാനൽസിനുള്ള പ്രോട്ടീൻസ് ആവാം. അതിനാണ് എപ്പിത്തീലിയൽ സോഡിയം ചാനൽസ് എന്ന് പറയും. Epithelial sodium channel proteins are inserted into the luminal membrane of the same tubular cells that allow rapid diffusion of sodium ions from the tubular lumen into the cells. ഇങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. നമുക്ക് അപ്പോൾ പറയുന്നത് എങ്ങനെയാണ്? ദ അൾഡോസ്റ്റെറോൺ ഡസ് നോട്ട് ഹാവ് എ മേജർ ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഓൺ ദ സോഡിയം ട്രാൻസ്പോർട്ട്. അത് ഡയറക്റ്റായിട്ട് സോഡിയത്തിനെ റീഅബ്സോർബ് അല്ല ചെയ്യുന്നത്. ഇതിൻ്റെ സ്റ്റിമുലേഷൻ കാരണം അവിടുത്തെ സെൽസിൽ പോയിട്ട് അതിന് DNA ചേഞ്ചസ് വരുത്തി പുതിയ പ്രോട്ടീൻസ് ജനറേറ്റ് ചെയ്യാണ്. ആ രണ്ട് പ്രോട്ടീൻസ് ജനറേറ്റ് ചെയ്യുന്നതിൽ ഒരെണ്ണം സോഡിയം പൊട്ടാസ്യം പമ്പിനെ ആക്ട് ചെയ്യും, മറ്റേത് എന്ത് ചെയ്യും? സോഡിയം ചാനൽസിനെ ആക്ടിവേറ്റ് ചെയ്യും. രണ്ട് രീതിയിൽ അത് ആക്ട് ചെയ്യും. റാദർ ദിസ് എഫക്റ്റ് മസ്റ്റ് അവൈറ്റ് ദ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ദാറ്റ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് സ്പെസിഫിക് ഇൻട്രാസെല്ലുലാർ സബ്സ്റ്റൻസസ് റിക്വയർഡ് ഫോർ sodium transport. About 30 minutes is required for new RNA and
Then 45 minutes is required before the rate of sodium transport begins to increase. The effect reaches maximum only after several hours. ഇതാ അതിൻ്റെ ഡയഗ്രമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കാണാം റീനൽ ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിനകത്ത് ഇത് അൾഡോസ്റ്റിറോണിൻ്റെ ആക്ഷൻ എന്ത് ചെയ്യും, അത് നേരെ പോയിട്ട് അതിൻ്റെ റിസപ്റ്റേഴ്സിനെ ആക്ട് ചെയ്യും. മിനറലോ കോർട്ടിക്കോയിഡ് റിസപ്റ്റേഴ്സ് അത് കോർട്ടിക്കോയിഡിൽ ആക്ട് ചെയ്തിട്ട് പിന്നെ അത് അവിടുന്ന് എങ്ങോട്ട് പോകും, ന്യൂക്ലിയസിലേക്ക് പോകും. ന്യൂക്ലിയസിൽ എന്ത് ചെയ്യുക, DNA ആക്ട് ചെയ്യും. പിന്നെ mRNA ഫോം ചെയ്യും. mRNA എന്ത് പോകും, റൈബോസോമിലേക്ക് പോകും. റൈബോസോമിൽ വെച്ചിട്ട് അത് ഒത്തിരി പ്രോട്ടീൻസ് ഉണ്ടാകും. ആ പ്രോട്ടീൻസിന് 2 ഫങ്ഷൻസ് ആണ്. ഒന്ന് ഈ ചാനൽസ് ഓപ്പൺ ചെയ്യുക, അതാണ് ENAC, സോഡിയം എനബിൾഡ് ചാനൽസ് എന്ന് പറയും. അതല്ലെങ്കിൽ സോഡിയം പൊട്ടാസ്യം ATPase ആക്ടിവേറ്റ് ചെയ്യുക. ഇനി റെഗുലേഷൻ ഓഫ് അൾഡോസ്റ്റിറോണിൻ്റെ സെക്രീഷൻ റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മൾ മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് ആൻജിയോടെൻസിൻ 2 ആൻഡ് പൊട്ടാസ്യമാണ്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് play essential role in the regulation of aldosterone? Increased potassium ion concentration in extracellular fluid greatly increases the aldosterone secretion. Increased angiotensin 2 concentration in the extracellular fluid also increases the aldosterone secretion. Increased sodium ion concentration in the പൊട്ടാസ്യം ആകുമ്പോൾ കൂടും, പക്ഷേ സോഡിയം ആകുമ്പോഴാണെങ്കിലോ അത് കുറയും. വെരി സ്ലൈറ്റ്ലി ഡിക്രീസസ് ദ അൾഡോസ്റ്ററോൺ സെക്രീഷൻ. പിന്നെ ACTH എല്ലാത്തിലും ഈ അഡ്രിനൽ കോർട്ടക്സിൻ്റെ ഹോർമോൺസ് സെക്രീറ്റ് ACTH ആക്ഷൻ ഉണ്ട്. ACTH ഫ്രം ദ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് നെസസറി ഫോർ അൾഡോസ്റ്ററോൺ സെക്രീഷൻ ബട്ട് ഹാസ് ലിറ്റിൽ എഫക്റ്റ് ഇൻ കൺട്രോളിംഗ് ദ റേറ്റ് ഓഫ് സെക്രീഷൻ ഇൻ മോസ്റ്റ് ഫിസിയോളജിക്കൽ കണ്ടീഷൻ. അപ്പോൾ മെയിനായിട്ട് അൾഡോസ്റ്ററോണിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൻജിയോടെൻസിൻ്റെ ലെവലും പിന്നെ പൊട്ടാസ്യത്തിൻ്റെ ലെവലും സോഡിയത്തിൻ്റെ ലെവലുമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നുള്ള പോലെയാണ് ACTH ഇതിനൊരു റോളുണ്ട്. പക്ഷേ കൺട്രോൾ ഓഫ് സെക്രീഷൻ എന്ന് പറയുന്നത് ഈ ഇതിനകത്തുള്ള മിനറലോ കോർട്ടിക്കോയിഡ് ആയതുകൊണ്ട് മിനറൽസിൻ്റെ ലെവൽസ് നോക്കിയിട്ടായിരിക്കും. ഇനി നമുക്കിതിൻ്റെ അപ്ലൈഡ് ഫിസിയോളജിയിൽ വരുന്ന ഒരു കണ്ടീഷനാണ് കോൺ സിൻഡ്രോം. അതാണ് പ്രൈമറി അൾഡോസ്റ്റിറോണിസ്. അത് അൾഡോസ്റ്റിറോണിൻ്റെ ലെവൽ കൂടുതലായിരിക്കും. അപ്പോൾ അൾഡോസ്റ്റിറോണിൻ്റെ ലെവൽ കൂടുന്ന കഴിഞ്ഞ കണ്ടീഷൻ എന്തായിരിക്കും, അതിൽ സോഡിയം റീഅബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. പൊട്ടാസ്യം വാഷ് ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ ഹൈപ്പോകലീമിയ വിത്ത് മസിൽ വീക്ക്നെസ്. The most important effect are hypokalemia, mild metabolic alkalosis. Alkalosis കാരണം എന്താണ്, നമ്മൾ പറഞ്ഞു അതിൻ്റെ കളക്റ്റിംഗ് ഡക്റ്റിൽ ഇൻ്റർകലക്റ്റഡ് സെൽസ് ത്രൂവിൽ എന്തായിരിക്കും, H+ അയോൺസിൻ്റെ എക്സ്ക്രീഷനാണ്. അതിന് ഇൻറ്റേൺ അത് എടുക്കുന്നത് പൊട്ടാസ്യമാണ്. അതുകൊണ്ട് തന്നെ ബൈകാർബണേറ്റിൻ്റെ ലെവൽ കൂടും. അങ്ങനെ ആൽക്കലോസിസ് ഡെവലപ്പ് ചെയ്യും. എ സ്ലൈറ്റ് ഇൻക്രീസ് ഇൻ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് വോളിയം, ബ്ലഡ് വോളിയം ആൻഡ് എ മോഡസ്റ്റ് ഇൻക്രീസ് ഇൻ ദ സോഡിയം പൊട്ടാസ്യം കോൺസെൻട്രേഷൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഫക്റ്റായിട്ട് നമുക്ക് എന്ത് കിട്ടും, ഫ്ലൂയിഡ് വോളിയം കൂടും, ബ്ലഡ് വോളിയം കൂടും, ബ്ലഡ് പ്രഷറും കൂടും, സോഡിയം കൂടും, അതേപോലെ തന്നെ BP കൂടും. അപ്പോൾ ഒരു പേഷ്യൻ്റ് ഹൈ BP ഉണ്ടാകുന്ന ഒരു എൻഡോക്രൈനോളജിക്കൽ റീസണാണ് കോൺ സിൻഡ്രോം. പ്രൈമറി അൾഡോസ്റ്റിറോണിസം is always have hypertension. Especially interesting in person with primary aldosteronis are occasional periods of muscle paralysis caused by hypokalemia. കാരണം ഹൈപ്പോകലീമിയ കാരണം അവിടെ റീപോളറൈസ് ചെയ്യുക, ആ സെല്ലിന് ഇതിന് മസിൽ ഫൈബറിൽ നിന്ന് റീപോളറൈസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം റീപോളറൈസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, പൊട്ടാസ്യം എക്സിറ്റ് ചെയ്താൽ മാത്രമേ പറ്റൂ. പൊട്ടാസ്യത്തിന് അവിടെ ഇല്ല, പൊട്ടാസ്യം ഹൈപ്പോകലീമിക്കാണ്. അതിനുള്ള പൊട്ടാസ്യം പുറത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല. ആൻഡ് മസിൽ പാരാലിസിസ് ഇസ് കോസ്ഡ് ബൈ hypokalemia. The paralysis is caused by depressant effect of low extracellular potassium concentration on action potential transmission by the nerve fibers. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ എങ്ങനെയാണ് കോൺ സിൻഡ്രോം എന്ന് ഡയഗ്നോസ് ചെയ്യുന്ന നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മാർക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ്ഡ് പ്ലാസ്മ റെനിൻ കോൺസെൻട്രേഷനാണ്. അപ്പോൾ അൾഡോസ്റ്റിറോണിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ എന്തുണ്ടാവും, അൾഡോസ്റ്റിറോണിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അവരിൽ എന്തുണ്ടാവും, ആൻജിയോടെൻസിൻ നന്നായിട്ട് ആക്റ്റീവ് ആവും. അപ്പോൾ റെനിൻ കൂടുതലായിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മാത്രമേ ആൻജിയോടെൻസിൻ ആക്റ്റീവ് ചെയ്യൂ. അപ്പോൾ നമുക്ക് ഡിക്രീസ് ഇൻ പ്ലാസ്മ റെനിൻ കോൺസെൻട്രേഷനാണ് ഉണ്ടാവുക. This decreased result from feedback suppression of renin secretion caused by the excess aldosterone or by the excess extracellular blood volume and arterial pressure resulting from aldosteronism. ഇത്രയാണ് അൾഡോസ്റ്റിറോണിൻ്റെ മിനറലോകോർട്ടിക്കോയിഡ്സ്. ഓക്കെ, താങ്ക് യു.